ഇന്നാണ് ഷഹർബാന്റെ ആദ്യരാത്രി. സലീം അവളോട് ഓരോ കിന്നാരങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അവളോട് ചോദിച്ചു, ഷഹർബാൻ, നമുക്ക് എത്ര മക്കൾ വേണം? ഒരു നിമിഷം ഷഹർബാൻ ആദ്യരാത്രിയിൽ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി. സലീം കാ, അത് എന്താ, നിനക്ക് പറയാൻ നാണമായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ, എന്തായാലും വേണ്ടിയത് തന്നെയല്ലേ. എങ്കിലും നീ പറ പെണ്ണേ, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. എന്നാൽ ആദ്യ രാത്രി തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ കേട്ട് സലീം ഒന്ന് ഞെട്ടി. ഇക്ക, എനിക്ക് ഇരട്ടക്കുട്ടികളെയാണ് ഇഷ്ടം. സത്യമായിട്ടും അവർ ഒരുമിച്ച് നടക്കുന്നതും അവർ ഒരുമിച്ച് ചിരിക്കുന്നതും ഒരേ ഡ്രസ്സ് ധരിക്കുന്നതും ഒക്കെ കാണുമ്പോഴേ അത് വല്ലാത്തൊരു രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇരട്ടക്കുട്ടികളെ. എന്നാൽ തൻ്റെ ഭർത്താവ് അത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോയി. ഓഹ്, ഞാൻ വിചാരിച്ചു നീ എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? അല്ല, ഇഷ്ടമായിട്ടല്ല. എങ്കിലും രണ്ട് കുട്ടിയൊക്കെ ഒരുപോലെ മാനേജ് ചെയ്ത് പോകാനൊക്കെ അങ്ങനെയൊന്നുമില്ല. എന്നാൽ വൈകാതെ തന്നെ അവൾ ഗർഭിണിയായി. അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഷഹർബാൻ്റെ കൂടെ സിസ്റ്റർ വിളിച്ചു. സലീം ഓടിയെത്തി. എന്ത് ഡോക്ടർ? കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ 2 കുട്ടികളുടെ പിതാവാകാൻ പോകുന്നു. അതെ, ഇരട്ടക്കുട്ടികളാണ് ഷഹർബാൻ്റെ വയറ്റിൽ വളരുന്നത്. ശരിക്കും അവൻ ഞെട്ടിപ്പോയി അത്ഭുതത്തോടെ. അതെ, തൻ്റെ ഭാര്യ ആഗ്രഹിച്ച ആ ആഗ്രഹം ഇത്ര പെട്ടെന്ന് നിറവേറുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു നിമിഷം ഷഹർബാൻ്റെ മുഖത്തേക്ക് അവൻ നോക്കി. എൻ്റെ ഷഹർബാൻ, നീ ആഗ്രഹിച്ചതുപോലെ. അതേക്കാ, ഞാൻ ആഗ്രഹിച്ച സ്വപ്നം എനിക്ക് ഇത്ര പെട്ടെന്ന് പഠിച്ചോൻ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും അവർ വീട്ടിലേക്ക് പോയി ഒരുപാടങ്ങ് സന്തോഷിച്ചു. അതെ ഷെഹർബാൻ, എന്നാലും നിൻ്റെ ആഗ്രഹം ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പെണ്ണെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലേ നമുക്ക് എന്തും കിട്ടുമല്ലോ. സത്യമായിട്ടും എൻ്റെ ആഗ്രഹം എനിക്ക് ഇരട്ട കുട്ടികൾ വേണം തന്നെയായിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. സലീം തൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കി. അവൾക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം നൽകിക്കൊണ്ട് അവളെ വളരെയധികം ഗർഭകാലത്ത് സംരക്ഷിച്ചു. കാരണം 2 മക്കളാണ്. അതുകൊണ്ട് തന്നെ അവളെ ഭക്ഷിപ്പിച്ചാലല്ലേ മക്കൾക്കും അത് ലഭിക്കുള്ളൂ. അങ്ങനെ അവൾ വളരെയധികം സന്തോഷവതിയുമായി. ഇക്ക, എന്തൊരു സ്നേഹ നിങ്ങൾക്ക്! ഇത്രമാത്രമൊക്കെ കരുതലൊക്കെ വേണോ? അത് പിന്നെ നമ്മൾ 2 മക്കളല്ലേടി നിൻ്റെ വയറ്റിൽ വളരുന്നത്. നിനക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. സ്നേഹത്തോടെ സലീംക്കയുടെ വാക്കുകൾ. എന്നാൽ ഗർഭത്തിൻ്റെ അവസാന നിമിഷങ്ങളായി തുടങ്ങി. അവൾക്ക് നടക്കുവാനും ഇരിക്കുവാനും പറ്റാത്ത സിറ്റുവേഷൻസായി. കാരണം 2 മക്കളാണ് വയറ്റിലുള്ളത്. അതുമാത്രമല്ല, അത്യാവശ്യം വെയിറ്റുള്ള മക്കളുമാണ്. ഡോക്ടർ പറഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ, ഡേറ്റിന് ഒരാഴ്ച മുമ്പ് തന്നെ വന്ന് അഡ്മിറ്റ് ആകണം എന്നുള്ളത്. എന്നാൽ അവൾ പറഞ്ഞു, ഇക്ക അതൊന്നും വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അല്ല, നമുക്ക് പോകാം, എനിക്ക് പേടിയാകുന്നു പെണ്ണേ. നിൻ്റെ വയറ് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ടെൻഷനാണ് എനിക്കാവുന്നത്. പിന്നെ മക്കൾ 2 നല്ല തൂക്കമുള്ള മക്കളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാധാരണത്തെ രീതിയിൽ ഇരട്ടക്കുട്ടികൾ ഇത്ര തൂക്കം കാണില്ല. ഇങ്ങനെ ആകുമ്പോഴന്നെ കുറച്ച് ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും അവളെ അറിയിച്ചില്ല. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തന്നെ സിസേറിയനിലേക്ക് കടക്കാം. ഡെലിവറി ആണെങ്കിൽ ഒരു പക്ഷേ അമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാളൊക്കെ ബാക്കിയാവുള്ളൂ. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്താ വേണ്ടത്? എന്നാൽ സലീമിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഇത്രയും കൊതിച്ച പെണ്ണ്, അവളുടെ മക്കളെ കാണാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഉമ്മയില്ലാത്ത അവസ്ഥ ആലോചിക്കാൻ കൂടി അവൻക്ക് കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, ഡോക്ടറെ, എന്നാൽ സിസേറിയൻ ചെയ്യാം. അങ്ങനെ അവളോടും ആ കാര്യം പറഞ്ഞു. അങ്ങനെ അവൻ കണ്ണുനീരോടെ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നാൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവൻ വായിച്ചത്, ഒരു പക്ഷേ ഈ സിസേറിയൻ അല്ലെങ്കിൽ അനസ്തേഷ്യ ചെയ്താൽ ഒരു പക്ഷേ രോഗി ഒരിക്കലും ഉണർന്നില്ലെന്ന് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് വല്ല രീതിയിലും ഉറപ്പായിട്ടും തിരിച്ചു വരും നമുക്ക് ഉറപ്പില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഈ ഒരു സ്ഥാപനമോ ഡോക്ടേഴ്സോ ഉത്തരവാദിയാകുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേജ് തന്നപ്പോൾ സത്യം പറഞ്ഞ സലീമിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവൻ കണ്ണീരോടെ എല്ലാം പടച്ചവന് അർപ്പിച്ച് അവനത് സൈൻ ചെയ്ത് കൊടുത്തു. അത് കൊടുക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, എൻ്റെ ഷഹർബാൻ, അവൾക്കൊന്നും സംഭവിക്കല്ലേ, എൻ്റെ മക്കൾക്കും. എന്നാൽ നിറവേറുമായി ആ സ്ട്രക്ചറിൽ കിടക്കുന്ന അവളെ കണ്ടു. ഇക്ക, പോകട്ടെ,
എന്നാൽ സങ്കടത്തോടു കൂടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ തിയേറ്ററിൻ്റെ വാതിൽ അടക്കപ്പെട്ടു. ഒരു നിമിഷം അവൻ വിങ്ങി പൊട്ടിപ്പോയി. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ, വല്ലാത്ത വിഷമം. എന്നാൽ അല്പസമയം കഴിഞ്ഞു. അവനാകെ തീയായിരുന്നു മനസ്സിനുള്ളിൽ. ഒന്നും സംഭവിക്കരുതേ എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും, അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷഹർബാൻ്റെ കൂടെ സിസേറിയൻ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ, 2 പെൺമക്കളാണ് കേട്ടോ. ശരിക്കും അവൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാ, മനസ്സറിഞ്ഞുകൊണ്ട്. കാരണം സിസ്റ്റർ അവർ ഓക്കെ അല്ലേ? അത് ഓക്കെയാണ്, ഇപ്പോൾ കാണാം കേട്ടോ, നമുക്ക് കുഞ്ഞുങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അങ്ങനെ അത് അല്പസമയം കഴിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന ആ ഒരു സിസ്റ്ററുടെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഒരു നിമിഷം ആ 2 പെൺമക്കളിലേക്കും സലീം മാറി മാറി നോക്കി. അവൻ എങ്ങനെ എടുക്കണമെന്ന് അറിയുന്നില്ല. അവർ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരാം കേട്ടോ, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു. പിന്നെ ഷഹർബാന് അല്പസമയം കഴിഞ്ഞിട്ട് അനസ്തേഷ്യൻ്റെ മയക്കൊന്ന് വിട്ടിട്ട് നമുക്ക് റൂമിലേക്ക് മാറ്റാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ അവളെ? ഒരു 5 മിനിറ്റ് കഴിയട്ടെ കേട്ടോ, ഓക്കെ. അങ്ങനെ അതും പറഞ്ഞ് അത് അവർ അകത്തേക്ക് പോയി. എന്നാൽ സലീമിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമായിരുന്നു. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ 2 പെൺമക്കൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. വല്ലാത്ത സന്തോഷമായി അവന്. ഭാഗ്യം, 3 പേരും സുരക്ഷിതരാണ് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. എന്നാൽ അല്പസമയത്തിന് ശേഷം ഷഹർബാൻ്റെ കൂടെ അതാ അവളെ കാണാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് അവനെത്തി. 2 ഭാഗത്തുമായിട്ട് 2 കുഞ്ഞുങ്ങൾ. അത് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്നാൽ ഷഹർബാൻ അതാ ICUവിൻ്റെ ആ ഒരു തണുപ്പിൽ കിടന്നുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറന്നു. ഇക്ക. ഷഹർബാൻ, മാഷാ അല്ലാ, നീയും നമ്മുടെ മക്കളും സുരക്ഷിതരാണ്. അത് മതി, അൽഹംദുലില്ലാ. ഇക്ക. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആഗ്രഹമാണ് സാധിച്ചിരിക്കുന്നത് ഇവിടെ. അവൻ അവളുടെ കൈകൾ ഒന്ന് മുറുക്കെ പിടിച്ചു. എന്നാൽ അവളുടെ ആ നെറ്റിയിൽ അവൻ ആ തണുത്ത നെറ്റിയിൽ ഒരു ചുടുചുംബനം അർപ്പിച്ചു. ഓക്കെ അല്ലേ മോളൂ? നമുക്ക് എന്നാൽ റൂമിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഷഹർബാനെ റൂമിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. പിറകിലായി 2 സിസ്റ്റർമാർ 2 മക്കളെയും കൊണ്ടും. ശരിക്കും ആ കാഴ്ച അവന് വല്ലാത്തൊരു സന്തോഷമായി. അങ്ങനെ ഹോസ്പിറ്റലിലെ ദിനങ്ങൾ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നീട് വീട്ടിലേക്ക് ഡിസ്ചാർജായി. ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് 2 മണിമുത്തുകൾ പോലുള്ള പെൺകുട്ടികൾ എത്തിയിരിക്കുന്നു. ശരിക്കും അവിടെയുള്ള വേലക്കാരി അത് കണ്ട് സന്തോഷിച്ചു. എല്ലാവരും കുഞ്ഞുങ്ങളെ കാണാനൊക്കെ എത്തിത്തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. വളരെയധികം സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷഹർബാനും സലീമും മക്കൾക്ക് 2 പേർക്കും പേരിട്ടത് ഇതായിരുന്നു, ഐഷയും ഐക്കയും. സത്യം പറഞ്ഞാൽ ഐഷയും ഐക്കയും വല്ലാതെ സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ വളരുന്നു. സലീമ വളരെയധികം സന്തോഷത്തോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും ആ സന്തോഷം കണ്ട് ആസ്വദിച്ചു. എൻ്റെ ഭാര്യ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് 2 പെൺമക്കൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതുതന്നെ വലിയൊരു ഭാഗ്യം. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടെ അവർ പല സ്ഥലങ്ങളിലേക്കും ടൂറ് പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പിച്ച് നടക്കുകയാണ് ആ പൊന്നുമക്കൾ. ഏകദേശം അവർക്ക് 1.5 വയസ്സ് ആയി തുടങ്ങി. അവരുടെ വിശാലമായ ആ മുറ്റത്തൂടെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കൈപിടിച്ചുകൊണ്ട് ഐഷയെയും ഐക്കയെയും പിച്ച് നടത്തിക്കൊണ്ട് സലീമും ഭാര്യ ഷഹർബാനും അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതിനിടയിൽ അവർ ഒരു യാത്ര പോകാനൊരുങ്ങി. ഇവിടെ നിന്ന് അല്പം മാറി നിൽക്കണം, ഇവിടം ചൂടായി തുടങ്ങി, നമുക്ക് കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറി താമസിച്ചാലോ നമുക്ക്? എന്താ അപ്പോൾ ഇവിടുത്തെ വേലക്കാരി? അവർ പറഞ്ഞു വിടാം. അങ്ങനെ വേലക്കാരിയോട് പറഞ്ഞു, നാളെ ഞങ്ങൾ രാവിലെ പുലർച്ചെ ഒരു യാത്ര പോവുകയാണ്, നിങ്ങൾ ഒരു 10-15 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, ഞങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടെ റിസോർട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് AC ഇല്ലാതെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ 15 ദിവസം ലീവ് എടുത്തോളൂ, ഞങ്ങൾ വന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിൽ ക്യാഷ് കൊടുത്ത് സലീം പറഞ്ഞയക്കുന്നു. പിറ്റേന്ന് പുലർച്ചെ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്തു. അവർ
അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും പുതപ്പും പെട്ടിയുമെല്ലാം അതാ വണ്ടിയുടെ ഡിക്കിയിലേക്ക് വെച്ചു. സന്തോഷത്തോടു കൂടി സലീമും ഷഹർബാനും ഐക്കയും ഐസയും വാഹനത്തിലേക്ക് കയറി. അതെ, കളിച്ചിരികളും പാട്ടുകളുമായി അവരുടെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് അതാ ഒരു ലോറി നേരെ അവരുടെ കാറിന് നേരെ വരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു വരവ്. മക്കൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ മക്കളെ രണ്ടുപേരെയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അതാ പിന്നിലെ സീറ്റിൽ കിടത്തിയിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായൊരു ബെഡൊക്കെ അവരതിൽ സെറ്റാക്കിയിരുന്നു. എന്നാൽ അതാ ആ ഒരു കാറിന് നേരെ നിയന്ത്രണം വിട്ടുവന്ന ആ ഒരു ലോറി അല്ലാ എന്ന് പറയുമ്പോഴേക്കും അതാ ആ കാറിന് നേരേക്ക് അത് പാഞ്ഞെടുത്തിരിക്കുന്നു. വലിയൊരു അപകടമാണ് അവിടെ കഴിഞ്ഞത്. ഓടിക്കൂടി എല്ലാവരും എത്തിയപ്പോഴേക്കും ആ കാറിൻ്റെ സ്ഥിതി വളരെയധികം പരിതാപകരമായിരുന്നു. ഒരു നിമിഷം അൻവർ, എൻ്റെ മോളെ, എൻ്റെ ഷഹർബാൻ, എൻ്റെ മക്കളെ, നിങ്ങളെവിടെ എന്നുള്ള രീതിയിൽ. എന്നാൽ അപ്പോഴേക്കും അയാൾ ആശുപത്രിയിലായിരുന്നു. ഒരു നിമിഷം അവൻ ആ ബോധം വന്ന സമയത്ത് ചോദിച്ചു, എവിടെ എൻ്റെ മക്കൾ? എൻ്റെ ഭാര്യ എവിടെ? എൻ്റെ ഭാര്യ എവിടെ? അവരൊക്കെ എവിടെയുണ്ട്? നിങ്ങൾ സമാധാനപ്പെടൂ. അവന് വല്ലാത്ത ആക്സിഡൻറ്റ് നല്ല രീതിയിൽ പറ്റിയിരിക്കുന്നു. എന്നാൽ വീണ്ടും ഭാര്യയെയും മക്കളെയും ചോദിച്ചപ്പോൾ മക്കളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഇതാ നിങ്ങളുടെ മക്കൾ സേഫ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. അയാൾ അറിയാതെ പുഞ്ചിരിച്ചു. എൻ്റെ ഷഹർബാൻ എവിടെ? അവളെ കൂടി വിളിക്കൂ, എനിക്ക് അവളെ കാണണം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. താൻ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, ആക്സിഡൻറ്റിൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ എന്നുള്ള കാര്യം അവൻ അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഷഹർബാൻ, നീ എന്തിനു പോയി എന്നെയും മക്കളെയും ഉപേക്ഷിച്ച്? നിൻ്റെ ആഗ്രഹമല്ലായിരുന്നോ നമുക്ക് 2 മക്കൾ വേണമെന്നുള്ളത്, ഇരട്ടക്കുട്ടികളാണെന്നുള്ളത്? നമ്മുടെ മക്കൾ പിച്ച വെച്ച് നടന്നപ്പോഴേക്കും നീ പോയോ ഷഹർബാൻ? എന്നാൽ അതാ ഷഹർബാൻ്റെ ആ ഒരു മയ്യത്ത് കാണാൻ അവന് കഴിഞ്ഞില്ല. അവനെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നു. എന്നാൽ അവളുടെ ആ മയ്യത്തിലേക്ക് അവനങ്ങ് വീഴുകയായിരുന്നു. ഷഹർബാൻ, എന്നെ മക്കളെ ഉപേക്ഷിച്ച് നീ പോവുകയാണോ? നീ പോകല്ലേ ഷഹർബാൻ. അവൻ പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആ മയ്യത്ത് അതാ ദൂരേക്ക് കൊണ്ടുപോകുന്നു. അവന് കയ്യിനും കാലിനും സുഖമില്ല എങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവളുടെ മയ്യത്തിൻ്റെ കൂടെ അവനും പോയി വിതുമ്പുന്ന മനസ്സുമായി. അതെ, ആ ഖബറിലേക്ക് അവൻ ആ കൈകൾ കൊണ്ട് മണ്ണുകൾ അവളുടെ നെയ്യത്തിന് മുകളിലേക്ക് വാരിയിടുമ്പോൾ അവൻ വിതുമ്പിപ്പോയി. ഷഹർബാൻ, നീ പോവല്ലേ പെണ്ണേ, നീ പോയാൽ എനിക്കാരാ, നമ്മുടെ മക്കൾക്കാരാ? അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ നിറമിഴികളോടെ അവൻ ആ കാഴ്ച കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മണ്ണിട്ട് മൂടി മീസാങ്കല്ലും വെച്ച് എല്ലാവരും പിരിഞ്ഞു പോരുമ്പോൾ അവൻ ആ മീസാങ്കല്ല് പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. ഷഹർബാൻ, നിൻ്റെ ആഗ്രഹം ഇവിടെ ഉപേക്ഷിച്ച് നീ എന്തിനു പോയി? പക്ഷേ ആളുകൾ പറഞ്ഞു, എടാ നീ ഇങ്ങനെ കരയല്ലേ, നിനക്ക് 2 മക്കളില്ലേ, അവരെ നോക്കാൻ നീ വരണം. അത് നിൻ്റെ മക്കളൊക്കെ നിനക്ക് വേണ്ടേ, അവരെ വിഷമിപ്പിക്കല്ലേ. എന്നാൽ ആ കുഞ്ഞു മക്കളും പൊട്ടിക്കരച്ചിലായിരുന്നു. എന്നാൽ അവൻ അപ്പോൾ തന്നെ വീട്ടിലേക്കെത്തി. തൻ്റെ പിഞ്ചു 2 മക്കളെയും കൊണ്ട് നേരെ ഖബറിനരികിലേക്ക് എത്തി. ഷഹർബാൻ, നിൻ്റെ നമ്മുടെ മക്കളിതാ വന്നിരിക്കുന്നു. അത് നീ ആഗ്രഹിച്ച ഇരട്ട മക്കൾ. എന്നാൽ ആ മക്കൾ ഉമ്മച്ചി എന്ന് പറയുന്ന കരയുന്നുണ്ടായിരുന്നു. അവർക്ക് ഉമ്മച്ചിയെ കാണണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആ പിതാവ് കാണിച്ചു കൊടുത്തു, നമ്മുടെ ഉമ്മച്ചി ഇതിനകത്താണ്. ആ മക്കളും ആ പിതാവും ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാൽ അവരുടെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവർ ഒരുപാട് സമയം പിടിച്ചു. എല്ലാവരും പറഞ്ഞു, എന്താ മോനെ നീ ഇങ്ങനെ, മക്കളെ വളർത്തണം, പിന്നെ നിൻ്റെ ഓഫീസിലെ ജോലി കാര്യങ്ങൾ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അങ്ങനെയാണ് അവരുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരി വരുന്നത്. എന്നാൽ മക്കളാണെങ്കിൽ ഉമ്മയും ഉപ്പയും ഇല്ലാതെ മക്കൾക്ക് വലിയ വാശിയാണ്. ഉമ്മ പോയതിനു ശേഷം അത്രയും വലിയ കൊട്ടാരങ്ങളും സുഖങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ സലീമിന് സമാധാനമുണ്ടായിരുന്നില്ല. മക്കളെ കാര്യം ആലോചിച്ചിട്ട് അവൻ ഓഫീസിൽ പോലും പോകാത്ത അവസ്ഥയായി. ഒടുവിൽ എല്ലാവരും പറഞ്ഞ് അവനെ ശരിയാക്കിയെടുത്തു. വീട്ടിലെ വേലക്കാരി വന്നു. അത് വീട്ടുജോലി ചെയ്യാൻ ഒരാളുടെ, കുട്ടികളെ നോക്കാൻ ഒരു സ്ത്രീ വന്നു. എന്നാൽ കുട്ടികളെ നോക്കുന്ന ആ സ്ത്രീയെ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവരെന്ത് പറയുമ്പോഴും അവരോട് നേരെ ഭക്ഷണം പോലും കഴിക്കാത്ത രീതിയിൽ ആ മക്കൾ വാശി പിടിക്കുകയാണ്. എന്നാൽ മക്കൾക്ക് കൊടുത്ത ആ ഒരു ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളെല്ലാം ആ മക്കൾ തട്ടിയെറിയും. ഒരു ദിവസം ഓഫീസ് കഴിഞ്ഞ് വന്ന മുകളിലത്തെ റൂമിൽ നിന്ന് അതാ അവൻ വലിയൊരു ശബ്ദം കേൾക്കുന്നു. അവൻ ഓടിയെത്തി മുകളിലേക്ക്. ഹൈസ, എന്തു പറ്റി മക്കളെ എന്ന് പറഞ്ഞു. സലീം, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്?
ഈ മക്കളെ നോക്കാൻ എന്നെ കൊണ്ടാവില്ല കേട്ടോ. മക്കൾ കണ്ടോ, എന്ത് കൊടുത്താലും അത് വലിച്ചെറിയുകയാണ്. ഉമ്മയും ഉപ്പയും ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത്. എനിക്ക് ആവില്ല കേട്ടോ നിങ്ങളുടെ മക്കളെ നോക്കാൻ. അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ പാത്രങ്ങൾ കൊണ്ടൊക്കെ എറിയുകയാണ്. എന്നെക്കൊണ്ടാവില്ല നിങ്ങളുടെ മക്കളെ നോക്കാൻ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അതാ മക്കളെ നോക്കുന്ന ആ പെണ്ണും ഇറങ്ങിപ്പോയി. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പെണ്ണാണ് വരുന്നത്. പക്ഷേ ആ മക്കളെ മാനേജ് ചെയ്യാൻ അവിടെ ആർക്കും കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഈ സമയം അതാ അവനൊരു പരസ്യം പുറപ്പെടുവിച്ചു. നല്ല പാരിതോഷികം തരാം, 2 കുട്ടികളെ നോക്കുവാൻ ഒരാളെ വേണം, നിങ്ങൾ വേണ്ട രീതിയിൽ സാലറിയും തരാം, ഭക്ഷണം റൂം എല്ലാം ഫ്രീ ആണ്. കുന്നുമ്മൽ തറവാട്ടിലേക്ക് ഒരു പെണ്ണിനെ ആവശ്യമുണ്ട് മക്കളെ നോക്കുവാൻ. അങ്ങനെ ആ ഒരു പരസ്യം അങ്ങനെ അതാ പാവപ്പെട്ട വീട്ടിലെ ആയിഷയുടെ ചെവിയിലും എത്തുന്നു. ആയിഷയുടെ സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പാവപ്പെട്ടവളായിരുന്നു ആയിഷ. അത് കിടപ്പിലായ മാതാവ്, കിടപ്പിലായ പിതാവ്, ഒരേ ഒരു അനിയത്തിയുള്ളത്. പഠിക്കാൻ മിടുക്കിയാണ്. അവൾക്ക് ഡോക്ടർ ആവണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ ആയിഷയാണ് ആ വീടിൻ്റെ അത്താണിയായിട്ടുള്ളത്. തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയെ പഠിപ്പിക്കണമെന്നെനിക്ക് അവൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അടുത്തുള്ള വീടുകളിലെല്ലാം പോയി അവൾ ജോലിയെല്ലാം ചെയ്യും. അവിടെ നിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടിലെ ബാപ്പാക്കും ഉമ്മാക്കുമുള്ള മരുന്നിന് വരെ തികയാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇത് കാണുന്നത്. ശരിക്കും അവൾ വിചാരിച്ചു, അതെ നല്ല സാലറി തരുമെന്ന് പറഞ്ഞു, പിന്നെ റൂമും ഫുഡും ഉണ്ട്, പക്ഷെ അവിടെ നിന്ന് താമസിച്ച് മക്കളെ നോക്കണം, അതാണ് എൻ്റെ ഡ്യൂട്ടി. അവൾ ഉമ്മയോടും ഉപ്പയോടും കാര്യം പറഞ്ഞു. പൊന്നു മോളെ, മോൾ ഇടങ്ങാറാരുത്, കഷ്ടപ്പെടരുത്, അതാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആഗ്രഹം. കിടപ്പിലായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മോൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. അതെ, നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയും. ഉമ്മ, നമ്മുടെ അനിയത്തിയെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു വളർന്നാൽ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മളെ കുടുംബം രക്ഷപ്പെടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എത്ര കഷ്ടപ്പെട്ടാലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അതെ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു. മോള് പൊയ്ക്കോ, കുന്നുമ്മൽ തറവാട്ടുകാരെന്ന് പറഞ്ഞാൽ കേട്ടക്കണ്, വലിയ തറവാട്ടുകാരാണ്, ഒരു പക്ഷേ അവിടുത്തെ പേരക്കുട്ടിയോ മകനോ ആയിരിക്കും അത്. എന്തായാലും മോള് ചെല്ല്. അങ്ങനെ അതാ ആ ബാഗും എടുത്തുകൊണ്ട് നിറമിഴികളോടെ ഉമ്മയോടും ഉപ്പയോടും സലാം പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങാൻ നേരം അനിയത്തിയോട് പറഞ്ഞു, മോളെ, പിന്നെ ഉമ്മയും ഉപ്പയും നോക്കണം, മോൾക്ക് പഠിക്കുവാനുള്ള പൈസയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ആയിക്കോട്ടെ താത്ത. കണ്ണീരോടെ അവൾ യാത്രയായി. അങ്ങനെ അതാ ആ വലിയ കുന്നുമ്മൽ തറവാടിൻ്റെ വീടിൻ്റെ വിശാലമായ ഗേറ്റിന് മുമ്പിൽ അവൾ നിൽക്കുന്നു. ഒരു നിമിഷം അവിടെ സ്ക്രീനിൽ കണ്ട ഉടനെ തന്നെ ആ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറന്നു. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. വലിയ വിശാലമായ മുറ്റവും വലിയ വീടും. ഒരു നിമിഷം അവൾ ആ വീടൊന്ന് അടിമുടി നോക്കി. ഓ, എൻ്റെ വീടൊക്കെ എത്ര കൊച്ചു വീടാണ്, ഇവരുടെ ഒരു റൂമിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല എൻ്റെ വീടിൻ്റെ വലിപ്പം. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് അതാ ഒരാൾ അങ്ങോട്ട് വരുന്നു. കുട്ടികളെ നോക്കാൻ വന്നതാണോ? അതെ, ഇങ്ങോട്ട് പോരൂ. ഒരു യുവാവ്. അദ്ദേഹം അവളുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. എന്താ പേര്? ആയിഷ. ഓ, പിന്നെ എൻ്റെ 2 മക്കളാണ്. അവർ ഏകദേശം 2 വയസ്സോളം ആയിട്ടുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ലാതെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, പറ്റില്ല എങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോകണം. ഓക്കെ? അവൾ അവളുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മനസ്സിൽ വിചാരിച്ചു. എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും മരുന്ന് വാങ്ങണം, അനിയത്തെ പഠിപ്പിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എത്രയൊക്കെ തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ആ കാര്യം ഏറ്റെടുക്കും എന്നും അവൾ വിചാരിച്ചു. അങ്ങനെ അതാ ആ 2 മക്കളുടെ ഇടയിലേക്ക് ആയിഷ കടന്നു വരികയാണ്. എന്നാൽ ആയിഷയെ കണ്ടപ്പോൾ തന്നെ ആ മക്കൾ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി. എന്നാൽ സലീം പറഞ്ഞു, അതെ, മക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ പാട്ട് നോക്കി പോകാം. ഓക്കെ? എൻ്റെ മക്കൾ അങ്ങനെയാണ്. അവൻ ആദ്യമേ പറഞ്ഞു. അവൻ ഓഫീസിലേക്ക് പോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞ് വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അതാ അവൻ പതുക്കെ ആ വാതിലും തുറന്നു നോക്കി. ശരിക്കും അതാ ആയിഷയുടെ നെറ്റിത്തടം രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും മക്കളെ വിട്ടവൾ പോയിട്ടില്ല. എന്തുപറ്റി? ഞാൻ പറഞ്ഞില്ലേ ആയിഷ, എൻ്റെ മക്കൾ അങ്ങനെയാണ്, അവർക്ക് ആരെയും ഇഷ്ടപ്പെടില്ല. നിനക്ക് വേണമെങ്കിൽ പോകാം, നീ ഇത്രയധികം ഉപദ്രവം സഹിച്ചിവിടെ നിൽക്കണമെന്നില്ല. എന്നാൽ അവൾ ഒന്നും മിണ്ടിയില്ല. അതെ, ആ മക്കൾ അവളെയും ഉപദ്രവിച്ചിരുന്നു.
കിട്ടിയ സാധനം വെച്ച് എറിഞ്ഞിരുന്നു. അവൾക്ക് ആ മക്കൾക്ക് ഭയമായിരുന്നു, പുറത്തുനിന്ന് ആരെയും വരുമ്പോഴേ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരികയാണെന്നോന്ന്. അതുമാത്രവുമല്ല, മറ്റുള്ള ആയമാരെല്ലാം അവരെ നോക്കിയപ്പോൾ അവർ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷയെ കണ്ടപ്പോഴും ഈ മക്കൾക്ക് ഭയം തോന്നി. മക്കൾ ഒരു നിമിഷം ആ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. അവൾ മക്കളെ കണ്ടുപിടിച്ചു. എന്നാൽ ആ മക്കൾക്ക് ഭയമാണ്, പുറത്തുനിന്ന് ആര് വന്നാലും ഭയമാണ്. ഭയം കൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അവർ കിട്ടിയ സാധനം വെച്ച് അവരെ എതിർക്കുകയാണ് എന്നും മനസ്സിലായി. എന്നാൽ ആയിഷക്ക് തോന്നി മക്കളുടെ ഭയം മാറ്റിയെടുക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ ഈ സമയം അതാ അവൾ ഒരു പാവക്കുട്ടിയെ കയ്യിലെടുത്തു. പൊന്നുമോളെ, ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ആ പൂച്ചക്കുട്ടി ഒറ്റയ്ക്ക് അകപ്പെട്ടിങ്ങനെ നടക്കുകയായിരുന്നു. അതിന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. ആ പൂച്ചക്കുട്ടി കരഞ്ഞ് കരഞ്ഞ് പോകുമ്പോഴേ ഒരു മുയൽക്കുട്ടി വന്നു. എന്താ പൂച്ചക്കുഞ്ഞെ കരയുന്നത്? നമുക്ക് കൂട്ടുകാരാവാം, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൂച്ചക്കുട്ടിയും മുയൽക്കുഞ്ഞും കൂട്ടുകാരായി. അങ്ങനെ സന്തോഷത്തോടെ അവർ കളിച്ചു ചിരിച്ചു. പക്ഷേ എൻ്റെ ഈ പാവക്കുട്ടിക്ക് ആരും കൂട്ടുകാരായിട്ടില്ലല്ലോ. 2 കുട്ടികൾ അവിടെയുണ്ട്, എൻ്റെ പാവക്കുട്ടി പാവമല്ലേ എന്ന് പറഞ്ഞ് അവൾ കഥകൾ പറഞ്ഞപ്പോൾ ആ മക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. എൻ്റെ ഈ കുഞ്ഞു പാവക്കുട്ടിക്ക് ആരെങ്കിലും കൂട്ടുകാരായിട്ടുണ്ടോ എന്ന് പറയേണ്ട താമസം ഒളിച്ചിരുന്ന 2 മക്കളും അതാ ഓടിയെത്തുന്നു. അവർ പതുക്കെ ആ പാവക്കുട്ടിയെ തൊട്ടു നോക്കുന്നു. അതുമാത്രമല്ല, കഥ പറയുന്ന ആയിഷയെയും അവർക്കൊത്തിരി ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ ആ മക്കൾ ചോദിക്കുന്നു, എന്നിട്ടെന്തായി? പൂച്ചക്കുഞ്ഞും മുയലും കൂട്ടുകാരായോ? അവരുടെ ആ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും അതാ ആയിഷയ്ക്ക് മനസ്സിലായി, അതെ, ആ മക്കളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം, എങ്കിൽ മാത്രമേ അവർ വരികയുള്ളൂ. എന്നിട്ട് ബാക്കി പറയൂ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് പറയാം കേട്ടോ, പാവക്കുട്ടിയോടായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അവൾ ഭക്ഷണം കൊണ്ടുവന്നു. എന്നാൽ ഭക്ഷണം കൊണ്ടുവന്നത് നൂഡിൽസും പിസയും ഒന്നുമല്ലായിരുന്നു. നല്ല രീതിയിലുള്ള നാടൻ ചോറും കൂട്ടാനുമായിരുന്നു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ പാവക്കുട്ടിയോടായിട്ട് പറഞ്ഞു, അതെ, പിസയും ബർഗറും നൂഡിൽസും മാത്രം കഴിച്ചു കഴിഞ്ഞാലേ വയറ് കേടായി പോവും. അപ്പം നമ്മൾ ഇടയ്ക്കിടെ നല്ല ഇലക്കറിയും നല്ല നാടൻ ചോറും കൂട്ടാനൊക്കെ കഴിക്കണം. പാവക്കുട്ടി വായ തുറക്കുമോ? എന്നാൽ ആ മക്കൾ പറഞ്ഞു, പാവക്കുട്ടി വായ തുറക്കൂല, ഞങ്ങൾ തുറക്കും. ആ പിന്നെ ഈ ഇലക്കറികളൊക്കെ കൂട്ടിയാലേ നല്ല മുടിയൊക്കെ ഉണ്ടായി നല്ല സുന്ദരി വാവകളാകും. അതില്ലേ വേണ്ടത്? ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ആ മക്കളതാ ചോറ് കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും മാത്രമേ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണമായിരുന്നു അവരുടെ പിതാവ് സലീം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. എന്നാൽ 2 മക്കളും അത് നല്ല രീതിയിൽ ചോറ് കഴിക്കുന്നു, ഇലക്കറിയൊക്കെ കൂട്ടിയിട്ട്. ശരിക്കും സലീം അങ്ങോട്ട് കടന്നു വന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അയാൾക്ക് ശരിക്കും. എന്നാൽ അത് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ആ മക്കൾ അതാ അവളുടെ കൂടെ തന്നെ ഉറങ്ങുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പിന്നീട് പിറ്റൊരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അവൾ മക്കളോടൊപ്പം മുറ്റത്ത് കളിക്കുകയായിരുന്നു. ഗെയിമോ ഫോണോ ടാബ്ലറ്റോ ഒന്നുമല്ലായിരുന്നു അവർക്ക് കളിക്കാനുണ്ടായിരുന്നത്. അവർ ശരിക്കും മുറ്റത്ത് കണ്ണുകെട്ടി കളിയായിരുന്നു കളിച്ചിരുന്നത്. ശരിക്കും ആ മുറ്റത്തും പറമ്പിലുമൊക്കെയായി കളിക്കുന്നത് കണ്ട അവൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മക്കൾ ഇത്രയധികം നാച്ചുറലായ മക്കളായി മാറിയല്ലോ. ശരിക്കും ആയിഷയുടെ കാര്യത്തിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ, തൻ്റെ മക്കളെ അവൾ ഇണക്കിയെടുത്തിരിക്കുന്നു. സ്നേഹം കൊണ്ട് മക്കളെ അവൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഒരൊറ്റ വേലക്കാരികളും ഇവിടെ ഇങ്ങനെ നിന്നിട്ടില്ല. പക്ഷേ ഈ മക്കൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവളെ കാണുന്നത്. എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ പഠനം, അതിനുവേണ്ടി കുറച്ച് ക്യാഷ് കൊടുക്കണം. പക്ഷേ ക്യാഷായിട്ടൊന്നും ഇതുവരെ ഇവിടുന്ന് തന്നിട്ടുമില്ല. എന്നാൽ അവൾ കരുതിയിരുന്ന, അവൾക്ക് തൻ്റെ പിതാവ് സമ്മാനിച്ചിരുന്ന ആ ഒരു ചെറിയ മാല അതവൾ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തു, ആ ചെറിയ നെക്ലേസ്. എന്നിട്ട് അവൾ അതുമായി ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞു അവിടുത്തെ വേലക്കാരിയോട്. മക്കളെയെല്ലാം ഉറക്കിക്കിടത്തി അവൾ പുറത്തേക്ക് പോയി. ഒരു ജ്വല്ലറിയിൽ പോയി അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ നെക്ലേസ് അതാ അവൾ അനിയത്തിയുടെ പഠനത്തിന് വേണ്ടി വിൽക്കുകയാണ്. എന്നാൽ ജ്വല്ലറിയിൽ അവളെ കണ്ട സലീം ഒരു നിമിഷം അവൻ അതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ അവളെ കാണുന്നു. എല്ലാം ശ്രദ്ധിച്ചു അവൻ. പെട്ടെന്ന് അവൾ ജ്വല്ലറിയിൽ നിന്ന് ക്യാഷുമായി ഇറങ്ങുമ്പോൾ സലീമിനെ കണ്ട് ഞെട്ടി. അല്ല, എന്താ ആയിഷ ഇവിടെ? അത് എനിക്ക് വേണ്ട, ഞാനെല്ലാം കണ്ടു
എന്തിനു വേണ്ടിയിട്ടായിരുന്നു നീ ആഭരണം കൊടുത്തത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് എനിക്കെൻ്റെ അനിയത്തിയുടെ പഠനത്തിന് വേണ്ടിയിട്ട്. അവൾ ഡോക്ടറാകാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷേ പണം തികയുന്നില്ല. അതിനു വേണ്ടിയിട്ട്. ഓ അങ്ങനെ. എന്നാൽ അപ്പോൾ തന്നെ അതാ അവന് ആ ജ്വല്ലറിയിൽ കയറിയിട്ട് ആ ഒരു മാല തിരിച്ചു വാങ്ങുന്നു. ആ മാല ഇങ്ങ് തന്നേക്ക്. അതിനുള്ള ക്യാഷ് അവൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അനിയത്തിയുടെ പഠനത്തിന് ആവശ്യമായ ക്യാഷ് അവൻ തന്നെ കൊടുക്കുകയായിരുന്നു. അങ്ങനെ അതാ അനിയത്തിക്ക് വേണ്ടി അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു അതായത്. ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യൻ. അതെ, അദ്ദേഹത്തിൻ്റെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കും. ആ മക്കളെ നല്ല രീതിയിൽ അവൾ വീണ്ടും അതാ പരിചരിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം അയാൾ പറഞ്ഞു, പിന്നെ ആയിഷ, ഞാനൊരു ദൂരയാത്ര പോവാണ്. മക്കൾ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. നിന്നോട് പറയണമെന്നില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പോവുകയാണ്. അങ്ങനെ ആ പിതാവിനെ അവരെല്ലാവരും യാത്രയാക്കുന്നു. മക്കളും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഉമ്മച്ചി മതി. ഉമ്മച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ശരിക്കും ആ മക്കൾ നല്ല മിടുക്കത്തി മക്കളായി മാറിയിരുന്നു. രണ്ടിരട്ടി കുട്ടികളും വളരെയധികം മനോഹരമായിരുന്നു അവരുടെ സംസാരവും ഒക്കെ കേൾക്കുവാൻ. അങ്ങനെ സലീം അവിടം വിട്ട് പോവുകയാണ് വിദേശത്തേക്ക്. അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആ രാത്രി ബെഡിൽ കിടക്കുന്ന കുട്ടികളുടെ അരികിലായിട്ട് കിടന്നു. പെട്ടെന്നാണ് അവൾക്ക്, ഇതെന്താ ശരീരമൊക്കെ ഒരു നീല നിറമാകുന്ന പോലെ. തൊട്ട് നോക്കിയപ്പോൾ അസഹ്യമായ പനി രണ്ടു പേർക്കും. എന്തു ചെയ്യും? ഇവിടെ നിന്നാണെങ്കിൽ അവർ പോവുകയും ചെയ്തു. വീട്ടിലാണെങ്കിൽ ഡ്രൈവറുമില്ല. പെരും മഴയും. ഈ മക്കൾ വളരെയധികം വിഷമിക്കുന്ന അവസ്ഥയാണ്. പനിച്ചു വിറക്കുന്നു. എന്നാൽ അവൾ മറ്റൊന്നും നോക്കിയില്ല. രണ്ട് കുട്ടികളെയും അവൾ വാരി വലിച്ച് എടുത്തുകൊണ്ട് നേരെ റോട്ടിലേക്ക് ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ അവരെ ഹോസ്പിറ്റലിലാക്കാമായിരുന്നു. കാരണം അത്രയധികം 100 ഡിഗ്രിയിലേറെ അവരുടെ ശരീരം പൊള്ളുന്നുണ്ടായിരുന്നു. അവൾക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ പെട്ടെന്ന് തന്നെ നേരെ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ മക്കളെ 2 പേരെയും വെച്ചുകൊണ്ട് പോകുന്നു. നേരെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ മക്കൾക്ക് പനി കൂടുതലാണെന്നും പെട്ടെന്ന് അർജൻറ്റ് ട്രീറ്റ്മെൻറ്റ് നൽകണമെന്നും പറഞ്ഞു. എന്നാൽ അവളുടെ കൈകളിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. എന്നാൽ ആ നിമിഷം അവൾ പറഞ്ഞു. നേരെ അവരുടെ ഉപ്പാക്ക് വിളിച്ചു, ഹലോ, അതെ സലീംക്ക, പിന്നെ മക്കൾക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷില്ല. ഞാൻ എന്ത് ചെയ്യും? അതെ, മക്കൾക്ക് നല്ല പനിയുണ്ട്. എന്നാൽ അത് കേട്ട ഉടനെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്തെങ്കിലും പറ്റിപ്പോവുമോ എന്ന് ഭയന്നുകൊണ്ട് അവൻ ആ ടിക്കറ്റെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നിവരെ ഭയന്ന് ഓടിക്കിതച്ച് അവൻ വന്നു. എന്നാൽ നെറ്റിയിൽ തുണിയെല്ലാം നനച്ചിട്ടുകൊണ്ട് ആയിഷ തൻ്റെ മക്കളെ വളരെയധികം പരിചരിക്കുന്ന കാര്യമാണ് അവൻ കണ്ടത്. അവന് കണ്ണുകൾ നിറഞ്ഞുപോയി. അതെ, അവരുടെ ഉമ്മക്ക് പകരം ദൈവം തന്ന ഒരു ഉമ്മ തന്നെയാണിത്. അവൻ ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കണ്ടപ്പോൾ ആ മക്കൾ പപ്പ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ശരിക്കും ആയിഷക്കും സന്തോഷമായി. അതേ, മക്കൾക്ക് എനിക്ക് മനസ്സിലായി. ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അല്ല, നിങ്ങൾ പോകുന്നതിൽ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം മക്കളെ. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ ഒരു ഭയം അവനിൽ നന്നായി ഉണ്ടായിരുന്നു. തൻ്റെ മക്കളെ എത്രയധികം സ്നേഹം കൊടുത്ത് ചേർത്ത് പിടിക്കുന്ന, 2 മക്കളെയും ഒരുപോലെ കരുതുന്ന ആയിഷ. തൻ്റെ മക്കളെ കൊണ്ട് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്ന് വരെ അവന് തോന്നി. എന്നാൽ അവന് തോന്നി ആ നിമിഷം, വിദേശത്തേക്ക് പോകുമ്പോൾ മക്കളെയും കൊണ്ടുപോയാലോ? ആയിഷ എന്നും എൻ്റെ മക്കളെ നോക്കി ബുദ്ധിമുട്ടുകയാണെന്ന് തോന്നുന്നു. എന്നാൽ ആയിഷയോട് ഈ കാര്യം പറഞ്ഞു. ആയിഷ, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വിദേശത്തേക്ക് പോയിക്കോളാം. ആയിഷ ഇനി അവരെ കൊണ്ട് ബുദ്ധിമുട്ടാവില്ല. എന്നാൽ ഒരു നിമിഷം ആയിഷ കരഞ്ഞുപോയി. സലീംക്ക, നിങ്ങൾ എന്തേ പറയുന്നത്? മക്കൾ എൻ്റെ മക്കളെ പോലെ ഞാൻ കരുതുന്നത്. എൻ്റെ മക്കളാണവർ. എനിക്കവരെ വിട്ട്. പക്ഷേ അവൾ നിറമിഴികളോട് പറഞ്ഞു, സലീംക്ക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതെ, ഞാൻ ആരുമല്ലല്ലോ മക്കളെ നോക്കുന്ന ഒരായ മാത്രമല്ലേ. നിങ്ങൾ പോയിക്കോളൂ. വിതുമ്പുന്ന മനസ്സോടെ അവൾ അത് പറഞ്ഞപ്പോൾ മക്കൾ ഓടിച്ചെന്ന് ആയിഷയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, പപ്പ, ഉമ്മച്ചിയില്ലാതെ ഞങ്ങൾ എങ്ങോട്ടും വരില്ല. ഉമ്മച്ചിയും കൂടെ വേണം. എന്നാൽ ഒരു നിമിഷം മക്കളുടെ ആ സന്തോഷകരമായ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു കുളിർമഴ പെയ്തു. അതെ, തൻ്റെ മക്കളെ അവൾ അത്യധികം സ്നേഹിക്കുന്നു. മക്കൾ തിരിച്ചും, ഞങ്ങൾക്ക് ഉമ്മച്ചിയെ മാത്രം മതി. ഉമ്മച്ചിയില്ലാതെ ഞങ്ങൾ എങ്ങോട്ടുമില്ല.
അതെ, മക്കളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു ആശയം തോന്നി. അതെ, എൻ്റെ മക്കൾക്ക് അവരെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, അവൾക്ക് മക്കളെയും. അതിനുള്ള ഒരേ ഒരു വഴി, ഞാൻ ഇതുവരെ പോലും ആലോചിക്കാത്ത എൻ്റെ ഭാര്യ ഷെഹർബാനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷേ മക്കളങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയൊരിത്. എന്നാൽ അന്നും ഓഫീസിലേക്ക് അവൻ പോയി. പക്ഷേ അവിടെ ആ മുകളിലത്തെ ഒരു റൂം മാത്രം പൂട്ടിയിട്ടതായിട്ട് അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഒരു ദിവസം അവിടെ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ വേലക്കാരത്തി പറഞ്ഞു, ആയിഷ, ആ റൂം തുറക്കണ്ട കേട്ടോ, ആ റൂം തുറക്കാൻ പാടില്ല. അതെന്താ എന്ന് അവൾ ചോദിച്ചു. അതൊന്നും അറിയില്ല, ഇവിടുത്തെ ബോസ് പറഞ്ഞത് നിങ്ങളാരും ആ ഭാഗത്തേക്ക് പോകരുതെന്നാണ്, ഞങ്ങളാരും പോയിട്ടുമില്ല. എന്നാൽ അവൾ ആ ഒരു താക്കോൽ കൂട്ടം കയ്യിലെടുത്തു. പിറ്റേ ദിവസം എങ്കിലും അതറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തന്നെ അങ്ങനെ അതാ അവൾ ഒരുപാട് ചാവികളിട്ട് അത് തുറന്നു നോക്കി. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു ചാവി ഇട്ട് തിരിച്ചപ്പോൾ അതാ ആ വലിയൊരു വിശാലമായ റൂം തുറന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തി. അതെ, അവിടെ മരണപ്പെട്ടു പോയ കുട്ടികളുടെ ഉമ്മയായ ഷഹർബാൻ്റെ ഡ്രസ്സുകൾ, അവൾ ഉപയോഗിച്ച സാധനങ്ങൾ, അവളുടെ മേക്കപ്പ് സെറ്റ്, അവളുടെ ഫോട്ടോകൾ, അവനും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഫോട്ടോ, അവളുടെ പ്രഗ്നൻസി ഫോട്ടോ, അവൾ ഗർഭാവസ്ഥയിൽ അവൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ, ഹോസ്പിറ്റലിലെ ഫോട്ടോ, അങ്ങനെ അവളുടെ എല്ലാ ഫോട്ടോകളും അവളുടെ ഡ്രസ്സുകളും അവളുടെ ചീർപ്പ് എല്ലാം അവൾ ഉപയോഗിച്ചതെല്ലാം അതിനുള്ളിലിട്ട് അദ്ദേഹം പൂട്ടിയിട്ടതായിരുന്നു. അദ്ദേഹമാണെങ്കിൽ എന്നും വന്ന് അല്പസമയം അതിനുള്ളിൽ പോയിരിക്കും. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു ഓർമ്മകളിലേക്ക് അവൻ ചെല്ലും. അതായിരുന്നു അവൻ്റെ സ്ഥിരം പരിപാടി. അന്നും അതാ അവൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ആ വാതിൽ തുറന്നു കിടക്കുന്നു. എന്നാൽ ആയിഷ, അവന് സങ്കടവും ദേഷ്യവും കൊണ്ട് ഉറക്കെ വിളിച്ചു. അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്തേക്ക് പ്രവേശനമില്ലെന്നേ. അവൻ ഉച്ചത്തിൽ അത് പറഞ്ഞു. അതെ, ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിയേക്കണം. നീ എൻ്റെ രഹസ്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ ഷഹർബാൻ്റെതാണ്, അവളുടെ ഓർമ്മകളാണ് ഇത് നിറയെ. ഇനി ഒരിക്കലും ഒരാൾക്കും ഒരാളെ എനിക്കിതുപോലെ സ്നേഹിക്കാനും കഴിയില്ല. ഇറങ്ങിക്കോ ഈ നിമിഷം തന്നെ. അവൾ പൊട്ടിക്കരഞ്ഞു. സോറി, ഞാൻ അറിയാതെ ഒന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട്. വേണ്ട, ഇനി ഒന്നും പറയണ്ട, നീ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ. സലീം അത് പറഞ്ഞു. അവളതാ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ മക്കൾ കെട്ടിപ്പിടിച്ചുവെന്ന് പറഞ്ഞു. ഉമ്മച്ചി പോവല്ലേ, ഉമ്മച്ചിയെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഉമ്മച്ചി പോയാൽ ഞങ്ങളും പോകും. പപ്പ അങ്ങനെ പറയല്ലേ, ഉമ്മച്ചി പോവുകയാണെങ്കിൽ ഞങ്ങളും പോവും. ആ പൊന്നുമക്കൾ അവളെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. എന്നാൽ ആ നിമിഷം അതാ അവൻ്റെ മനസ്സിനുള്ളിലെ ആ ദേഷ്യമെല്ലാം എങ്ങോട്ടോ പോയി. തൻ്റെ പൊന്നുമക്കൾ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് അലിഞ്ഞു ചേർന്നു. അതെ, ഈ റൂമിൽ എൻ്റെ ഷഹർബാൻ ആദ്യ ഭാര്യയുടെ ഓർമ്മകളായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ ഇതിനെ അകത്തേക്ക് കയറിയപ്പോൾ ആയിഷ, അതെ, നിൻ്റെയും ഓർമ്മകൾ ഇവിടെ തളം കെട്ടി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ഷഹർബാനിലൂടെ ജീവിച്ചത് ആയിഷയായ നീയാണ്, എൻ്റെ പൊന്നുമക്കളുടെ ഉമ്മയായത് നീയാണ്. അതുകൊണ്ട് ആയിഷ, സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ നിക്കാഹ് കഴിച്ചോട്ടെ. എൻ്റെ മക്കളുടെ ഉമ്മയായിട്ട്, എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ വരുമോ നീ? ശരിക്കും അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അയാൾ അതുറപ്പിച്ചു കഴിഞ്ഞു. ഇഷ്ടമല്ലേ എൻ്റെ കൂടെ ജീവിക്കാൻ, എൻ്റെ മക്കളുടെ ഉമ്മയാകാൻ? അവൾ അതാ മൗനം സമ്മതമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വൈകാതെ ആ കൊട്ടാരത്തിൽ വലിയൊരു കല്യാണം നടക്കുകയാണ്. അങ്ങനെ അതാ ആയിഷ നമ്മുടെ ഐക്കയുടെയും ഐസയുടെയും ഉമ്മച്ചിയായി, സലീമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായി കടന്നു വന്നു. അങ്ങനെ സലീമും ആയിഷയും ഐക്കയും ഐസയും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം അവിടെ നയിച്ചു.